ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ എല്ലാവർക്കും പ്രഭാതവന്ദനം, ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. ജീവിത വിശുദ്ധി കൊണ്ടും പ്രവൃത്തി ചൈതന്യം കൊണ്ടും ദൈവത്തിൻ്റെ അസുല പ്രഭ കൊണ്ടും ജീവിതം ധന്യമാക്കിയ ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെ പെരുന്നാളുകളും ഓർമ്മകളും തലമുറകൾക്ക് ഉണർത്തുപാട്ടാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മറ്റൊരു സവിശേഷത, മരണത്തെ മുന്നിൽ കണ്ട് തീരുമാനമെടുത്തവളായിരുന്നു പരിശുദ്ധ അമ്മ. അവിവാഹിതയായ പെൺകുട്ടി ഗർഭിണിയായാൽ യഹൂദ നിയമസംഹിത അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതായിരുന്നു. ഈ വലിയ പ്രതിസന്ധി, ഈ വെല്ലുവിളി തൻ്റെ മുമ്പിൽ ഉണ്ട്. ആ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും സധൈര്യം നേരിടുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആർജവത്വം എന്നുള്ളത്. ഈ അമ്മയിൽ ആ ഒരു ആർജവത്വം കാണുന്നുണ്ട്. തൻ്റെ മുമ്പിലുള്ള വലിയ പ്രതിസന്ധി, താൻ അഭിമുഖീകരിക്കുവാൻ പോകുന്ന വലിയ കല്ലുകൾ, അതൊക്കെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി സ്വയം കീഴ്പ്പെടുകയാണ് ചെയ്തത്. ദൈവഹിതത്തിന് വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി താൻ ഏറ്റെടുക്കുവാൻ പോകുന്ന പ്രതിസന്ധിയും വെല്ലുവിളിയും ഈ വലിയ വ്യതയും അത് ദൈവഹിതമാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും എന്ന് അവിടുന്ന് മറുപടി ലഭിക്കുകയാണ്. ഞാൻ പുരുഷനെ അറിയായെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള ന്യായമായ ഒരു ചോദ്യം മാത്രമാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ഈ അമ്മയുടെ ജീവിതത്തിലേക്ക് സാധ്യമായി തീരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലും നാം നേരിടുന്ന വെല്ലുവിളികൾ, നാം നേരിടുന്ന പ്രതിസന്ധികൾ, നാം നേരിടുന്ന ക്രൈസിസ്, ഇവയൊക്കെ പലപ്പോഴും തരണം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നില്ല ഇന്ന് ആധുനിക ജീവിതത്തിൽ. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ രൂപപ്പെടുമ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ അനുദിന ജീവിതത്തിൽ നിറയുവാൻ തക്കവണ്ണം നമുക്ക് ഈ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.